സിനിമാ കാര്യങ്ങൾ ഇന്ന് കടന്നു ചെല്ലുന്നത് ചലച്ചിത്ര നിർമ്മാണത്തിലെ ഒരു സുപ്രധാന മേഖലയിലേക്കാണ്, ആർട്ട് ഡയറക്ഷൻ. മലയാള സിനിമയിലെ ആർട്ട് ഡയറക്ഷന് തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിലെ ആർട്ട് ഡയറക്ഷനുമായിട്ട് അത്രയധികം ബന്ധപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മുടെ സിനിമകൾ ആക്ച്വൽ ലൊക്കേഷൻസിൽ സംഭവിക്കുമ്പോൾ തെലുങ്കും ഹിന്ദിയും അധികവും സെറ്റുകളെ ആശ്രയിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. സെറ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജായിട്ടുള്ള സെറ്റുകളാണ്. മലയാളത്തിനൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും ബജറ്റുള്ള വലിയ സെറ്റുകളിലാണ് ഹിന്ദി, തെലുങ്ക് സിനിമകൾ സംഭവിക്കുന്നത്. തെലുങ്ക് സിനിമയിലെ സുപ്രധാന നാമധേയങ്ങളിലൊന്നായ ശ്രീ അശോക് കുമാറിൻ്റെ കർമ്മ മേഖലയിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇത് ഹൈദരാബാദിലെ ബഞ്ചാര ഹിൽസ്, തെലുങ്ക് സിനിമയുടെ ഈറ്റില്ലം എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണിത്. ഒരു കാലത്ത് തെലുങ്ക് സിനിമയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റുഡിയോകളും ഫ്ലോറുകളും ഒക്കെ ഇവിടെയായിരുന്നു. പിന്നീട് നഗരത്തിൻ്റെ ഈ പുരോഗതിയിൽ സിനിമ വഴിമാറിക്കൊടുത്തു. മറ്റ് സ്റ്റുഡിയോകളെല്ലാം ഇവിടുന്ന് റിമോട്ടായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക്, വേറെ സ്ഥലങ്ങളിലേക്ക് മാറി. ഇവിടെ കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും എല്ലാം വന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പത്മാലയ എന്ന് പറയുന്ന പ്രസിദ്ധമായ സ്റ്റുഡിയോയുടെ ഒരു ഭാഗത്താണ്. ഇത് നിതീഷ് റോയ് എന്ന സുപ്രസിദ്ധനായ ആർട്ട് ഡയറക്ടർ പുക്കാർ എന്ന ബോണി കപൂറിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സെറ്റാണിത്. ഇത് ഇപ്പോൾ അശോക് കുമാർ എന്ന മലയാളിയായ തെലുങ്കിലെ, ആന്ധ്രയിലെ സുപ്രസിദ്ധനായിട്ടുള്ള ആർട്ട് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ പണിപ്പുരയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിരുപ്പതി ദേവസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റിൻ്റെ മോൾഡിങ്, മറ്റ് ക്രിയേഷൻസൊക്കെ നടക്കുന്ന ഒരു വർക്ക്ഷോപ്പായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇതിനെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ബിൽഡിംഗ് അകത്തേക്ക് പോകാം. ഇതെല്ലാം മോൾഡുകളാണ്. ഈ തിരുപ്പതി ദേവസ്ഥാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന വർക്കിൻ്റെ മോൾഡുകളാണ്. ഇത് ഒരു ഓൾമോസ്റ്റ് ഫൈനലൈസ്ഡ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെറ്റ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷേ ഇത് ശരിക്കും ഒരു ബിൽഡിങ് കെട്ടിയിരിക്കുകയാണ്, നല്ലൊരു കോൺക്രീറ്റ് ബിൽഡിങ്. ഇത് 10-15 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങാണ്. ബഞ്ചാര ഹിൽസിൻ്റെ ആദ്യത്തെ രൂപം ഏതാണ്ട് അങ്ങനെയായിരിക്കും. പാറകൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നത്. അത് മുഴുവൻ ഇപ്പം ഒരു വലിയ ടൗൺഷിപ്പായി മാറി. അങ്ങ് ദൂരെ പാറകൾ, മൂന്ന് കുട്ടികൾ പുറംതിരിഞ്ഞ് തോളത്ത് കൈവച്ചിരിക്കുന്ന പോലെ ദൂരെ പാറകൾ കാണും. അത്തരം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. ഇത് അശോക് കുമാർ സാറിൻ്റെ വർക്ക്ഷോപ്പാണ്. ഇന്ന് അവധി ദിവസമാണ്, അതുകൊണ്ട് ഇന്ന് പണിക്കാരൊന്നും ഇല്ല. നമുക്കതുകൊണ്ട് വളരെ ഫിനിഷ്ഡ് ആയിട്ടുള്ളതും പല സ്റ്റേജിൽ ഇരിക്കുന്ന ഇവിടുത്തെ വർക്കുകൾ കാണാം. അതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സർ, ഇത് ക്ഷേത്രത്തിൻ്റെ, തിരുപ്പതി ദേവസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? അതെ, തിരുപ്പതിത്തിന് വേണ്ടി. ഇപ്പോൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് ചില സമയത്ത് പ്രത്യേകിച്ച് ചില വർക്കുകൾ, ഇങ്ങനെയുള്ള അമ്പലങ്ങളുടെ വർക്കുകൾ ഞാൻ ചെയ്യാറുണ്ട്. ഇതൊരു മാസീവ് പ്രോജക്റ്റാണത്. ഇത് തിരുപ്പതി അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു കല്യാണ വേദിക എന്നുകൊണ്ട് ചെയ്യുന്ന സാധനം. TTD കാരനാണ് അതിൻ്റെ മെയിൻ ഉത്തരവാദിത്വം. അപ്പോൾ അതിവിടെ ചെയ്ത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. ഇതെല്ലാം ഇനി എങ്ങനെ കൊണ്ടുപോയത്? ഇത് ഒരു 10 ലോറി അറ്റ്ലീസ്റ്റ് വരും മൊത്തം കൊണ്ടുപോകാൻ. അപ്പോൾ അവിടെ എത്തുമ്പോൾ കേടാവൊന്നുമില്ല? ഇല്ല, ഇത് മേഡ് വിത്ത് ഫൈബർ. ഇത് ഫൈബറാണല്ലേ? സ്ട്രോങ് ആണ്. ഇത് ഈ ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ? ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് 2 പേരുണ്ടെങ്കിൽ പൊന്തിക്കാൻ പറ്റും. അതുകൊണ്ട് ട്രാൻസ്പോർട്ട് വളരെ ഈസിയാണ്. എത്രാമത്തെ സ്റ്റേജാണത്? ഇത് ഫസ്റ്റ് ഇത് ക്ലേയിൽ വർക്ക് ചെയ്തത് സാധനം, ക്ലേയിൽ വർക്ക് ചെയ്തിട്ട് പിന്നീട് അത് പ്ലാസ്റ്ററിൽ ഡൈ എടുക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഡൈ എടുത്തതിന് ശേഷം അത് ഫൈബറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്ത് അതിന് വേറെ കോട്ടിങ് എല്ലാം കൊടുത്ത് വരുന്ന സമയത്ത് അതിന് അടുത്ത സ്റ്റേജ് ഇതായിരിക്കും അല്ലേ? അതെ, ഇതൊരു പ്രൈമറി കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം. അത് ഒരു മാക്സിമം ഞാൻ കൊടുക്കുന്ന ഒരു റെഡിഷ്, മറ്റേ ഈ ഹംപി ടെമ്പിളിലൊക്കെ കാണുന്ന ഒരു റെഡ് സ്റ്റോണിൻ്റെ ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തം ആ ഒരു ഇതിലേക്ക് ടോണിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു വുഡൻ വർക്ക് ചെയ്തിട്ട് പ്രൈമർ അടിക്കുന്നത് പോലെയുള്ള ഒരു സ്റ്റേജാണ് അല്ലേ? ഇത് ബ്രാസ് ഫിനിഷുള്ള അല്ല, ഇത് ഈ പറഞ്ഞ മാതിരി ഫൈബറാണ്. ഫൈബറാണ്. ശരി, ഞാൻ ശരിക്കും ബ്രാസാന്ന് വിചാരിച്ചു.
ഇതാണ് അതിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് അല്ലേ? അപ്പോൾ ഇത് വന്നു, പ്രൈമർ അടിക്കുന്ന പോലുള്ള സ്റ്റേജ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഞാനൊരു ഇത് ടോൺ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു ടോൺ കൊടുത്തിട്ട് ഇതിലേക്ക് വീണ്ടും ഡാർക്ക് ആവും. ഇനി അതിന് ഒരുപാട് ഷെയ്ഡിങ്സ് വരും. ആ ഒരു പഴയ സ്റ്റോൺ ഇതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ട് ഒരു കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ റിയൽ സ്റ്റോൺ ആണ് തോന്നുന്നത്. പിന്നെ ആരും വന്നു കഴിഞ്ഞ് നോക്കി ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കണം. ഗ്യാരണ്ടി പീരീഡ് എത്ര കാലം ഇത് നിൽക്കും? ഇതിപ്പോൾ നമ്മൾ ഇൻഡോർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30-35 വർഷത്തേക്ക് ഒന്നും സംഭവിക്കില്ല. 35 വർഷത്തേക്ക്? ഇത് AC റൂമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈഫ് ലോങ്. ഇപ്പോൾ എക്സ്റ്റീരിയർ ഔട്ട്ഡോർ ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇടയ്ക്കിടയ്ക്ക് കോട്ടിങ്സ് കൊടുക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ ചെറിയതായിട്ടുള്ള ചില ഡാമേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇന്റീരിയേഴ്സിലൊക്കെ ചെയ്യാറുണ്ട്, റിയൽ ഇന്റീരിയേഴ്സ് പല സാധനങ്ങളും ചെയ്യാറുണ്ട്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് മോഡൽസ് ഒരുപാടുണ്ട്. ഇത് ഒരുപാട് മാസീവ് ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് നമ്മൾ കുറച്ച് കോസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെയുള്ള പൈപ്പർ, ഇതിൻ്റെ തന്നെ അഡ്വാൻസ്ഡ് വെർഷൻസ് ഒരുപാടുണ്ട്. അതും ഇഞ്ചക്ഷൻ മോൾഡ് എന്നൊക്കെ പറയുന്ന സാധനം വളരെ കോസ്റ്റ്ലിയാണ്. ഇങ്ങനൊരു പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 50,000 രൂപ ആവും. ശരി. അതുകൊണ്ട് കുറച്ചുകൂടി ചീപ്പറായിട്ട് ഇതാണെങ്കിൽ ഒരു 4,000-5,000 നമുക്കൊരു ഫുൾ പില്ലർ ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ വർക്കാണല്ലോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഭാഗങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വർക്കിന് ഒരു 3 മാസമൊക്കെ എടുക്കും ഇത്രയും ചെയ്യാൻ? അപ്പം ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു 1.5 മാസം ആയത്. ഒരു 60-70 പേര് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. 70 പേരുണ്ട്. അതിൻ്റെ പല സെക്ഷനായിട്ട് എല്ലാ ഡിവിഷനും ആവശ്യമാണ്. കാരണം ഇത് റിയലായിട്ട് ഡിസൈൻ ചെയ്യുന്ന മോൾഡേഴ്സ് 2-3 പേരുണ്ടാവും. ഇപ്പോൾ കണ്ടില്ല, ഇത് ഈ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് മോൾഡാണ് അല്ലേ? ഇതെല്ലാം ഫൈബറിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഡിസൈൻ ചെയ്യും ഫസ്റ്റ് ക്ലേയിൽ. പിന്നെ വേറൊരു സെക്ഷൻ വന്നിട്ട് അതിനെ ഡൈ എടുക്കും. അതിൻ്റെ അകത്ത് ഡൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫൈബറിൽ കാസ്റ്റ് ചെയ്ത് ഇനിയൊരു സെക്ഷൻ വരും. ഈ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വാഷിംഗ് ഒരു ഇതുണ്ട്, വാഷിംഗ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞിട്ട് അതൊരു സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തിൽ ഈ വെൽഡിങ് ആൾക്കാർ കൊണ്ടുവന്നിട്ട് അതിന് കറക്റ്റായിട്ടുള്ള ബേസിക് സ്ട്രക്ചർ റെഡിയാക്കാം, അതിന് ബെൻഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാം. പിന്നീട് പെയിൻറ്റിങ് സെക്ഷൻ കൊടുക്കും. അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൂ വർക്ക് ചെയ്താലേ അത്. ഇതിൻ്റെ ഈ ബേസിക് ഡ്രോയിങ്സ് ഒക്കെ സാറാ ചെയ്യുന്നത് അല്ലേ? ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജാണത്. മണ്ണാണത്. ഈ മണ്ണിൽ ഉണ്ടാക്കി വെച്ചത്. അത് നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നനഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെ മൂടി വെക്കുന്നത്. പൊട്ടിപ്പോ. അതുകൊണ്ട് ഇങ്ങനെ ഫസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇതിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഇതിൻ്റെ ഡൈ കിടക്കും. എടുത്തു വെച്ചാൽ പിന്നെ ഇത് വേസ്റ്റാണ്. പിന്നെ ഈ മണ്ണ് വേറെ വല്ല ഫോമിലേക്ക് പോകും. അതായത് പിന്നെ ഫൈബറിലേക്ക് കാസ്റ്റ് ചെയ്യും. ഇതൊരു ഇതിൻ്റെ പില്ലറിൻ്റെ ഒരു ബ്രാക്കറ്റാണ്. ഈ ആർട്ടിസ്റ്റിൻ്റെ ആദ്യത്തെ ശരിയായ വർക്ക് ഇതിലാണ് നടക്കുന്നത്. അതെ, വളരെ രസമുള്ള സിറോക്സ് എടുക്കുന്ന പോലെയാണ്.